വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ ഞായറാഴ്ച വ്രതം മുതൽ വെള്ളിയാഴ്ച വ്രതം വരെയുള്ള വ്രതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് ശനിയാഴ്ച വ്രതത്തെക്കുറിച്ചാണ്. ഏഴരശനി, കണ്ടകശനി, ശനിദശ എന്നിവയുടെ ദോഷങ്ങളകന്നു പോകുന്നതിനും ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ശനിയാഴ്ച വ്രതം. ഈ ദോഷക്കാലങ്ങളിൽ മുഴുവനും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ്. സാമാന്യ വ്രതവിധി, ഉപവാസം ഇതിന് കഴിയാത്തവർ ഒരിക്കലൂണ് എന്നിവ പാലിക്കണം. ശനീശ്വര കീർത്തനങ്ങൾ, ശാസ്ത്രകീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീലാഞ്ജനം വഴിപാട് സമർപ്പിക്കുകയും വേണം. അന്നേ ദിവസം കറുത്ത വസ്ത്രധാരണം, ശനീശ്വര പൂജ എന്നിവയും നടത്തുന്നത് ഉത്തമമാണ്. ശനിദോഷമുള്ളവർ ശനിയാഴ്ച ദിവസം എണ്ണ തേച്ച് കുളി, ക്ഷൗരം എന്നിവ കർശനമായും ഒഴിവാക്കേണ്ടതാണ്. പ്രാദേശിക ഭേദമനുസരിച്ച് അനുഷ്ഠാന രീതികളിൽ അല്പാൽപമായ വ്യത്യാസം കണ്ടേക്കാം. അവ യുക്തിപൂർവം പരിശോധിച്ച് സ്വീകരിക്കാവുന്നതാണ്. ഏത് അനുഷ്ഠാനമായാലും അത് എത്രയും ഭക്തിവിശ്വാസങ്ങളോടെ നിർവഹിക്കുന്നുവോ അതിനനുസരിച്ച് ഫലപ്രാപ്തി ഉണ്ടാകും. എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യം, നിശ്ചിത ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ച ശേഷം വ്രതസമാപ്തി ഘട്ടത്തിൽ അതാതു ഗ്രഹശാന്തി കർമ്മങ്ങളായ പൂജ, ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. പ്രസ്തുത പൂജയുടെയും ഹോമങ്ങളുടെയും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയായി കൂടി ഈ ചടങ്ങിനെ കാണാവുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതകാലത്തിൽ ശനിദശ കഷ്ടതകളുടെ കാലമാണ്. ആ കാലം മോശമാണ്. അത് കൊല്ലുകയില്ല, പക്ഷേ കൊല്ലാക്കൊലയാണ് ചെയ്യുന്നത്. കൂടാതെ ഏഴരശനി, കണ്ടകശനി ഇവ വളരെ ദോഷം ചെയ്യുന്നതുമാണ്. ഈ വക ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതിനും ദോഷങ്ങൾ മന്ദീഭവിക്കുന്നതിനും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. രാത്രിയിൽ നല്ലത് ഉപവാസമിരിക്കലാണ്. എന്നാൽ ഉപവാസമിരിക്കാൻ ശക്തിയില്ലാത്തവർ ജലാഹാരമോ പഴവർഗ്ഗങ്ങളോ ലഘു ആഹാരങ്ങളോ ഭക്ഷിക്കാം. എല്ലാ വ്രതങ്ങൾക്കും പൊതുവായി ശൗചം, ബ്രഹ്മചര്യം, മിതാഹാരം, മൗനവ്രതം, അഹിംസ എന്നിവ പാലിക്കണം. മത്സ്യമാംസാദികൾ വർജിക്കണം. നാമജപം, പുരാണപാരായണം, ക്ഷേത്രദർശനം എന്നിവ നടത്തണം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം. സത്സംഗമത്തിൽ കഴിയുന്നതും നല്ലതാണ്. ഏതെങ്കിലും വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത് മനസ്സിനും ഉദരത്തിനും നല്ലതാണ്. മനസ്സിന് അതുകൊണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കും. ഉദരശുദ്ധി കൈവരും. അന്ത്യകാലത്ത് സംസാരമോചനവും സാധ്യമാകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.